2K24 ഹാപ്പി ഓണം. അപ്പം അതൊക്കെയല്ലേ ട്രെൻഡ്. ഇത് കണ്ടോ, ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് പൂക്കളിടാണ് കേട്ടോ. ബോബി ചേട്ടനാണ് ഫുള്ള് വരയും കാര്യങ്ങളും റെക്റ്റാങ്കിളും ഒക്കെ വരച്ചുണ്ടാക്കിയത്. ഒക്കെ നല്ല അളവെടുത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ പൂവൊക്കെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ കിച്ചണിൽ നല്ല പണിയുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കുറച്ച് 2-3 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു വിഷുവൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ അച്ഛനും അമ്മയൊക്കെ ഉള്ള കാരണം നമ്മൾ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും പരാതി, നമ്മളെ അടുത്തുനിന്ന് ഫുഡ് കിട്ടണില്ല, ഓണത്തിന് വിളിക്കില്ല, വിഷുവിന് വിളിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ കാരണം വല്ലാണ്ട് ആരും വിളിക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ അങ്ങോട്ട് തകർക്കാൻ വിചാരിച്ചു. കാരണം ഇത് ലാസ്റ്റത്തെ ഞങ്ങളെ ഈ വീട്ടിലെ ഓണമായിരിക്കും. കാരണം ഞങ്ങൾ വീട് വാങ്ങിച്ചു, വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിപൊളിയായിട്ട് ബോബിച്ചേട്ടൻ പൂവൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൂവിടുന്നതും വരയ്ക്കുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്ന്. അത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ. കിച്ചണിലെ നല്ല പണിയിലാണ്. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളൊരു വീട് പോലെ തന്നെയാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ പൂക്കളം കാണാം. ഇത് അനഘ ആളിട്ട ഇതാണ് കേട്ടോ, വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു പൂക്കളാണ്, നല്ല പണിയുണ്ട് അതിലൊക്കെ ഫില്ലാക്കി വരാൻ. ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട്, കുളിച്ചൊരുങ്ങി നല്ല പുതിയ മാക്സിയൊക്കെ ഇട്ട് ഇനി അവർ പോകും. അവരും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരും അതൊക്കെ കഴിഞ്ഞ് അവരും പോകും, ഞങ്ങളും പോകും. പിന്നെ അവിടെ പുതിയ ആൾക്കാരായിരിക്കും അങ്ങനെ. പക്ഷേ ഞങ്ങൾ ഭയങ്കര രസമാട്ടോ, ഞങ്ങളെല്ലാവരും കൂടെ ഈവനിങ് ആയാലും ഒക്കെ. അവിടെ 2 കുട്ടികളാണ്, അനഘ, അനാമിക. അപ്പോൾ അനാമിക ചെറിയ കുട്ടിയാണ്, അവൾ 2ാം ക്ലാസ്സിലാണ്. എപ്പോഴും ഞങ്ങളടുത്ത് തന്നെയായിരിക്കും അവൾ. അപ്പോൾ അവിടെ തകൃതിയായിട്ട് എൻ്റെ ബോബി ചേട്ടൻ പൂവൊക്കെ ഇടുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഭയങ്കര ക്രേസാണ് ഈ പൂവിടലും. പിന്നെ വിഷുക്കണിയൊക്കെ ഉണ്ടെങ്കിൽ വിഷുക്കണിയൊക്കെ ഒരുക്കുന്നത് ബോബി ചേട്ടനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അനാമിക, ഞങ്ങളെ ഒരു കുട്ടി തന്നെയാണ്. അവളെ വീട് അവിടെയാണെങ്കിലും അവളെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. അമ്മാളുവിൻ്റെയും എൻ്റെ മക്കളെയും ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അവൾ. അപ്പോൾ ഇവർ 2 പേരും ഒരുങ്ങി പോവുക, ഇവർ അമ്മയുടെ വീട്ടിൽ പോവുക. അപ്പോൾ ഞങ്ങളിവിടെ ഓണത്തിന് ഫുഡ് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി ഇലയൊക്കെ ഇട്ട്. ഇത് ചോറുണ്ട്, പിന്നെന്താ അവിയൽ വെച്ചു, രസം ഉണ്ടായിരുന്നു. രസമൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പപ്പടം എൻ്റെ മോനെടുത്ത് പൊട്ടിച്ചു. അപ്പം മാങ്ങാച്ചാറ്, ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറാണ്, പുളിയിഞ്ചി. പിന്നെ ഒരു തോരനുണ്ട്, കാബേജ് തോരനുണ്ട്. പിന്നെ സാമ്പാർ, പിന്നെ ഓലൻ ഉണ്ടായിരുന്നു കേട്ടോ, വൈറ്റ് കളറിൽ ഓലനും. പിന്നെ സേമിയ പായസം. ഇവർ നമ്മളെ ബോബിച്ചേട്ടൻ്റെ ഷോപ്പിൽ ബോബിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. ഇത് അവിടെ വരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ ഷങ്സാണ് ഗായ്സ്. നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. മക്കളെന്നെ പറഞ്ഞു ഇപ്രാവശ്യത്തെ ഓണം സൂപ്പറായി എന്ന് പറഞ്ഞു. കാരണം വഴിയേ കാണാം നിങ്ങൾക്ക്. ഗായ്സ്, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എപ്പോഴും വിചാരിക്കും ഒരു ഗെറ്റ് റെഡി ഒക്കെ എടുക്കണം എന്ന്, എവിടെ ഒന്നിനും പറ്റില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇന്ന് ഞാനൊരു ചുരിദാറിൽ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് കുറച്ച് ദിവസമായിട്ട് സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ, വലിയ ഏട്ടനാണ്. എനിക്ക് 2 ബ്രദേഴ്സാണ്, അതിൽ വലിയ ഏട്ടനാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ്. പിന്നെ എൻ്റെ മക്കളെ, എൻ്റെ അമ്മാളു, ബോബിച്ചേട്ടൻ എവിടെ ബോബിച്ചേട്ടൻ അതാ തലയൊക്കെ ചോദിക്കും. ഇത് ഞങ്ങൾ സുന്ദരി ലീസാട്ടോ. ലീസ കളിക്കുക. ഞങ്ങൾക്ക് ഗെയിമൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ ഗെയിമൊക്കെ സെറ്റ് ചെയ്തിട്ട് അതൊക്കെ വഴി ഞാനൊരു വീഡിയോസായിട്ട് ഇടാം. അടിപൊളിയായിരുന്നു. അതാ പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരോണം, നല്ല രസമായിരുന്നു. അപ്പോൾ ഇതൊരു ഗെയിം, ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസായിട്ട് ഞാനൊരു പാർട്ടായിട്ട് ഇടാം. നല്ല രസമുണ്ടായിരുന്നു കാണാനും ഒക്കെ, നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ലീസ ഓടി വന്ന് കയറിയത് അവരൊക്കെ പേടിച്ചു പോയി. ഒരു ബലൂൺ പൊട്ടിയപ്പോൾ ഇവിടെ പേടിച്ചോളത്തിൽ സംഭവം ശരിയാണ്. ഞങ്ങൾക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലീസേനെ വളർത്തുന്നത്. പിന്നെ ഇഷ്ടമുണ്ട് കേട്ടോ, ലീസേനോട് ഭയങ്കര ഇഷ്ടമാണ്. പാവാണ്, എൻ്റെ ഒപ്പം ഉണ്ടാവുക. പക്ഷേ ലീസയ്ക്ക് ഭയങ്കര പേടിയാണ്. ബലൂൺ പൊട്ടിയതാണ്, ആ ലീസ ഓടിയത് ബലൂൺ പൊട്ടിയത് കേട്ടിട്ട് ഓടിയതാണ് ലീസ. അപ്പോൾ ഞങ്ങൾ കളികൾ ഇവിടെ തകൃതി ആയി നടക്കുന്നുണ്ട്. എൻ്റെ മോനാണ് കേട്ടോ അതിൽ ജയിച്ചത്.
മുത്ത ഉണ്ണിക്കുട്ടനാണ് ഇതിലെ വിന്നർ ബലൂൺ പൊട്ടിക്കൽ. സ്പൂൺ റൈസ് എൻ്റെ പൊന്നെ അമ്മാളും എന്തോ ഒരു ലക്കിനൊരു പകുതി വരെ ലെമൺ സ്പൂണായിട്ട് പോയി. അപ്പോഴേക്കും എല്ലാവരും അമ്മാളൂ എന്നുള്ള ഇത് കാരണം അവിടെ അമ്മാളും എൻ്റെ കോൺസെൻട്രേഷൻ അവിടെ പോയി ഗൈസ്. ഇതിലെൻ്റെ കുട്ടൂസാണ് കേട്ടോ ജയിച്ചത്. പിന്നെ അതാ വലിയ ആൾക്കാരെ പരിപാടികളും ഉണ്ടായിരുന്നേ, ഞാനും കൂടെ പങ്കെടുത്തു. പക്ഷെ ഞാൻ 8 നിലയിൽ പൊട്ടിപ്പോയി. പക്ഷെ ഞാൻ വെള്ളം നിറയ്ക്കലുണ്ടായിരുന്നു, അതിൽ ഫസ്റ്റ് ഞാൻ വിൻ ചെയ്തു. പിന്നെ ഞങ്ങൾ ഫൈനൽ കളിച്ചപ്പോൾ എനിക്ക് സെക്കൻഡായിപ്പോയി. കണ്ടോ, ഭയങ്കര രസമായിരുന്നു കേട്ടോ, അടിപൊളിയായി. ഞാൻ ഇറങ്ങണില്ല വെച്ചിട്ടായിരുന്നു, പക്ഷേ ഒരു രസം എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് കളിച്ചു. ഇതൊക്കെ അല്ലേ ഇനിയിപ്പോൾ അടുത്ത വർഷം ഈ പുതിയ വീട്ടിൽ ഇവരെയൊക്കെ വിളിച്ച് സെറ്റാക്കണം എന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്തു. ഇനി ഓരോ വീഡിയോ ആയിട്ട് കാണാം.